Okay, good morning dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 3 ആണ്. എക്കണോമിക് മെത്തഡോളജിയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ആൻഡ് എക്കണോമിക്സ് ലോസ് നിയമങ്ങൾ. നെക്സ്റ്റ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്ങും ഇക്വിലിബ്രിയം ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം ആൻഡ് പോസിറ്റീവ് വേഴ്സസ് നോർമറ്റീവ് എക്കണോമി മൈക്രോ എക്കണോമിക്സ് ഇതൊക്കെ നമുക്ക് പറയാനുള്ളത്. മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തോ, നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനേഷൻ മിസ് വായിക്കുക. ദ ടേം മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആർ യൂസ്ഡ് ടു, അതായത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഒരുമിച്ചാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. The term microeconomics and macroeconomics are used to connection with the level of aggregation. Okay, aggregation, that is the extent which economic units and variable covered in economic analysis at one's end of analysis may cover the behavior and response of a single economic unit. At the other extreme, it may be cover the entire economy. Okay. These two terms micro and macro are derived from Greek word. നമുക്കറിയാം ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ ആൻഡ് മാക്രോ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നത്. നമുക്കറിയാം അധികം ഇനിയിപ്പോൾ സോഷ്യോളജിക്കൽ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മൾ പിന്നെ ഗ്രീക്സിൻ്റെ മെത്തഡോളജി പഠിച്ചിരുന്നു, ദെൻ സോഷ്യോളജിയിലെ കാര്യങ്ങൾ പഠിച്ചിരുന്നു, സൊസൈറ്റി അങ്ങനെ എന്ത് പഠിച്ചാലും നമ്മൾ അധികം വേർഡ്സ് ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണ് അധികം ഇതിൽ ഡെഫിനേഷനൊക്കെ എഴുതുമ്പോൾ ദിസ് വേർഡ് ഡിറൈവ് ഫ്രം ഗ്രീക്ക് എന്ന് എഴുതിയാൽ മതി. കാരണം 98% വേർഡ്സും ഡിറൈവ് ചെയ്തത് ഗ്രീക്കിൽ നിന്നാണ്. അതേപോലെ മാക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത് ഗ്രീക്കിൽ നിന്നാണ്. ഓക്കെ, അത് ഡെഫിനേഷൻ എഴുതുമ്പോഴാണ് എഴുതേണ്ടത് കേട്ടോ. ദ ടു ടേംസ് മൈക്രോ ഡിറൈവ് ഫ്രം ഗ്രീസ് ആൻഡ് മൈക്രോസ് ആൻഡ് മാക്രോസ് വിച്ച് മീൻസ് സ്മോൾ ആൻഡ് ലാർജ് റെസ്പെക്റ്റീവ്ലി. സ്മോൾ ആൻഡ് മൈക്രോ മീൻസ് മാക്രോ എന്ന് ചെറുത് എന്നർത്ഥം, അപ്പോൾ സ്മോൾ. മാക്രോ കുറച്ച് വലുത്, അപ്പോൾ ബിഗും സ്മോളും ആണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, macroeconomics deals with the behavior of individual elements economy such as determination of the price of single product and the behavior of single consumer in a business firm. Okay, microeconomics deals with the behavior of individual elements in economy as a determination of price of single, അതായത് ഒരു എക്കണോമിയിലുള്ള ഇൻഡിവിജ്വലിൻ്റെ മൈക്രോ ചെറുതായിട്ടൊരു പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ചെറിയ സിംഗിൾ പ്രൊഡക്റ്റ് ആണെങ്കിലും ബിഹേവിയർ ആൻഡ് സിംഗിൾ കൺസ്യൂമറിൻ്റെ ബിസിനസ് ഫേം, വലിയൊരു ബിസിനസ് ഫേമിൽ ചെറിയൊരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ എല്ലാ അനാലിസിസും എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആസ് അഗൈൻസ്റ്റ് ദ മൈക്രോ എക്കണോമിക് കവേഴ്സ് ലാർജ് അഗ്രിഗേറ്റ് കളക്ഷൻ ഓഫ് എക്കണോമിക് യൂണിറ്റ്സ് ആൻഡ് അതായത് മൈക്രോ എക്കണോമിക്സിലെ ഓരോ കുഞ്ഞു യൂണിറ്റാണ്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതിൽ ഓരോന്നും കുഞ്ഞു ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്തു അനലൈസ് ചെയ്ത് പഠിക്കുന്നു. മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ വലുതാക്കി നമ്മൾ എന്താക്കി വാസ്റ്റ് ആയിട്ട് പഠിക്കുന്നു അല്ലേ മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, പിന്നെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത ഭാഗം ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. എക്കണോമിക്സ് ഹാവ് ഫോളോഡ് ടു ട്രഡീഷൻസ് ഇൻ ഫോർമുലേറ്റിംഗ് എക്കണോമിക് ലോസ് ഫോർമുലേറ്റ് ചെയ്യാൻ. എക്കണോമിക്സ് സാമ്പത്തിക നിർവചനങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക നിയമങ്ങൾ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനുള്ള മാർഗമാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, economics have followed two traditions of formulating economic laws. According to the one tradition, the cause are specified and different economic units unexpected the behavior rational the outcome of case അത് കഴിഞ്ഞിട്ട് the against this deductive method, അതായത് ഈ എക്കണോമിക്സ് ലോസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള രണ്ട് രീതികളാണ് ഏതൊക്കെ? ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻസ്റ്റ് ഇൻ ദിസ് ഡിഡക്റ്റീവ് റീസണിങ് സം തിങ്കേഴ്സ് ട്രൈ ടു ഡിസ്കവർ എക്കണോമിക് ലോസ് ആൻഡ് അതർ വേ അറൗണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെയും മാർഗങ്ങൾ ഉണ്ട് എന്നാണ് തത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സുകൾ, സാമ്പത്തിക ശാസ്ത്രം പിന്നീടും ഈ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും രീതികളല്ലാതെ വേറെയും രീതികളുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയത്തിൻ്റെ മലയാളം സന്തുലിതാവസ്ഥ എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളൊരു പോയിന്റും കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഡിമാൻഡ്, നമുക്കറിയാം ഡിമാൻഡ് ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് നീഡ്സ് ആണ്, ആവശ്യമുണ്ട് എന്ന് പറയുന്നതാണ് ഡിമാൻഡ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനം. ഡിമാൻഡ് മലയാളത്തിൽ ചോദനം, സപ്ലൈ എന്ന് പറഞ്ഞാൽ പ്രധാനം. എത്രത്തോളം സംഭവം ഉണ്ട്, ചോദനം എത്രത്തോളം ലഭ്യമാണ് എന്നുള്ളതാണ് പ്രധാനം എന്നുള്ള അർത്ഥം.
ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ. അത് രണ്ടും സന്തുലിതം. പ്രധാനം സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈസ് ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം ആണോ അല്ലെങ്കിൽ ഒരേ രീതിയിൽ വരുന്ന ആ ഒരു സയൻസിനെ എന്തെന്ന് പറയുന്നു? കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നു കേട്ടോ. അതിന് മലയാളമാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നു. ഇക്വിലിബ്രിയം മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് ദ അറ്റൈൻമെന്റ് ഓഫ് എ പൊസിഷൻ ഫ്രം വിച്ച് is no inductive an opportunity to move. The consumer is in equilibrium when a consumer is in equilibrium when the expenditure of different goods and services yield maximum satisfaction. അതായത് ഇക്വിലിബ്രിയം പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ കൺസ്യൂമർ, നമ്മുടെ ഉപഭോക്താവ് മാക്സിമം സാറ്റിസ്ഫാക്ഷനിലെത്തും, സംതൃപ്തിയിലെത്തും, മനസ്സുകൊണ്ട് എല്ലാം കൊണ്ടും സംതൃപ്തിയിലെത്തുന്ന ആ ഒരു പോയിന്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എ കൺസ്യൂമർ ഈസ് എൻ ഇക്വിലിബ്രിയം വെൻ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈൽഡ് മാക്സിമം. ഗുഡ്സ് ആൻഡ് സർവീസസ് കിട്ടിയിട്ടാണ് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് കിട്ടിയതിന് ശേഷം ആ ഒരു കൺസ്യൂമർ ആ ഒരു പോയിന്റിലെത്തും, അതായത് അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റിലെത്തും. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സന്തുലിത, അവ എല്ലാം കൊണ്ട് മനസ്സൊരു തുല്യമായ അവസ്ഥയിലെത്തി. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ എന്ന് പറയുന്നു. എ ബിസിനസ് ഫേം ടു ഇക്വിലിബ്രിയം വെൻ ടു റിസോഴ്സസ് ആൻഡ് പർച്ചേസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ആർ സെറ്റ് ദ മാക്സിമം പ്രോഫിറ്റ്. ഇക്വിലിബ്രിയം എത്തുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ന് പറയും മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു പോയിന്റും കൂടിയാണത്. ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇറ്റ് ഒബ്ജക്റ്റീവ് എനി ചേഞ്ച് ഓൺ ഇറ്റ്സ് പാർട്ട് വിൽ കോസ് പ്രോഫിറ്റ് ടു ഡിസ്ക്രീസ് ആൻഡ് എ റിസോഴ്സ് ഓണർ ഈസ് ഇൻ ഇക്വിലിബ്രിയം a resource owner is in equilibrium when the resource which ones are placed in their highest paying in employments are the income of resources owner maximized. അല്ലേ, നമുക്കറിയാം ഒരു റിസോഴ്സിൻ്റെ ഓണർ അദ്ദേഹം ഇൻകം മാക്സിമൈസ് ചെയ്യാനേ നോക്കുകയുള്ളൂ. അതിപ്പോൾ ഏത് സെക്ഷനിൽ ആര് എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും, ഇൻ കേസ് ഒരു ചെറിയൊരു പെട്ടിപ്പീടി ആണെങ്കിൽ പോലും അതിലേക്ക് എത്രത്താണോ ഇൻവെസ്റ്റ് ചെയ്തത് അതവർക്ക് എന്താ മുതലാവണം, അവർക്ക് വിറ്റ് എന്തായ ക്യാഷാക്കി ലാഭവും കൂടി ഉണ്ടായാൽ മാത്രമേ ആ ബിസിനസ് മുന്നോട്ട്, ആ ലാഭത്തിൽ എടുത്തുകൊണ്ടായിരിക്കും പിന്നീട് അവർ നെക്സ്റ്റ് ബിസിനസ്സിലേക്കുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വാങ്ങുന്നത്. അത് ലാഭം കൊണ്ടായിരിക്കാം, നഷ്ടം കൊണ്ടും വാങ്ങും. എങ്കിലും ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ എന്താ പറയുക, ഓണേഴ്സിൻ്റെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം. കൂടാതെ സാധനത്തിന്, ഗുഡ്സ് ആൻഡ് സർവീസസിന് സപ്ലൈ ആൻഡ് ഡിമാൻഡൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. എൻ എക്കണോമി ഈസ് എൻ ഇക്വിലിബ്രിയം ആസ് ദ ലെവൽ ഓഫ് ഇൻകം. നമ്മുടെ വരുമാനം കിട്ടുന്ന ആ ഒരു ലെവലിനെയാണ് നമ്മുടെ എക്കണോമിക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, വേർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ അഗ്രിഗേറ്റ് സപ്ലൈ. ഒരു ഈക്വൽ ആയിരിക്കും എന്ത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇക്വിലിബ്രിയം കൺസെപ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ബിക്കോസ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഇക്വിലിബ്രിയം കൺസെപ്റ്റ്. പോസിറ്റീവ് വേഴ്സസ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സിൽ ഏതാ പോസിറ്റീവ് വേഴ്സസ് ആൻഡ് നോർമേറ്റീവ്? ദ ടേം പോസിറ്റീവ് എക്കണോമിക്സ് കൺസെപ്റ്റ് വിത്ത് ഓൺലി ഫോർമുലേറ്റ് എക്കണോമിക്കൽ ലോസ് ആൻഡ് ഡിസ്ക്രൈബിങ് റിയാലിറ്റി. അതായത് പോസിറ്റീവ് എക്കണോമിക്സ് കൺസെപ്റ്റ് റിയാലിറ്റി, നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഓക്കെ, പോസിറ്റീവ് എക്കണോമിക്സ് കൺസേൺ വിത്ത് ഓൺലി ഫോർമുലേറ്റിംഗ് ഓഫ് എക്കണോമിക് ലോസ് ഇൻ ഡിസ്ക്രൈബിങ് റിയാലിറ്റി. വിശദമായി പരാമർശിക്കപ്പെടുന്ന യഥാർത്ഥ ജീവിതത്തിലുള്ള ഫോർമുലേറ്റിംഗ് ഓഫ് എക്കണോമിക് ലോസ്, എക്കണോമിക് നിയമത്തിൻ്റെ ആ ഒരു ഫോർമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്തെന്ന് പറയുന്നു? പോസിറ്റീവ് വേഴ്സസ് എന്ന് പറയുന്നു. ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സിലെ ഫാക്ട് ദാറ്റ് എക്കണോമി ഈസ് നെവർ പെർഫെക്റ്റ്. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രം ഫുൾ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നില്ല. ദ ഔട്ട്കം ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ഓൾവേസ് ഇംപ്രൂവ് ആക്കണം. ഔട്ട്കം എത്രത്തോളം അത് എത്രയും ഇമ്പ്രൂവ് ആക്കാൻ ഇപ്പോൾ ഏത് മേഖലയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കൂ. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മൈക്രോ എക്കണോമിക്സ് പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് ഉള്ള പോയിന്റ് നമുക്ക് പറയാനുള്ളത്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്. ഓക്കെ, എന്താണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്? എക്കണോമിക്സ് വേരിയബിൾസ് ആർ ദ ടു കൈൻഡ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്. എ സ്റ്റോക്ക് variable is one of which can be measured by only to point the time and not over the period of time.
സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റോക്ക് എടുപ്പൊക്കെ ഉണ്ടാവും അല്ലേ. ചില ബിസിനസ് അല്ല 99% ബിസിനസ്സിലും സ്റ്റോക്ക് എടുപ്പ് ഉണ്ടാവും. കാരണം ഇവർക്ക് ഇവരുടെ കയ്യിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വിതരണം ഡിസ്ട്രിബ്യൂഷനും, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയത്തിലാണോ, ഇൻകം ഉണ്ടോ, ഇൻകം ലെസ് ആണോ, ഇൻകം എങ്ങനെയാണ്, ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ എല്ലാം നോക്കണമെങ്കിൽ ഒരു സ്റ്റോക്ക് എടുപ്പ് വേണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മെയിൻ കാര്യം. അതായത് അവരെ കയ്യിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് തീർന്നോ, ഇനി സ്റ്റോക്കായിട്ട് എടുക്കണോ, ആളുകൾ വരുമ്പോൾ ഏതൊക്കെയാണ് പ്രൈമറി, ഏതൊക്കെ എടുക്കണം, സെക്കൻഡറി ലെവലിൽ ഏതൊക്കെ എടുക്കണം, അത് പെട്ടെന്ന് മൊത്തം തീർന്നു പോയത് പെട്ടെന്ന് എടുക്കണം, സ്റ്റോക്ക് എടുക്കണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് വി കം അക്രോസ് ദ ന്യൂമറസ് എക്കണോമിക്സ് വേരിയബിൾ വിച്ച് ബിലോങ് വൺ കാറ്റഗറി ദ അതർ. ടേക്ക് ദ എക്സാമ്പിൾസ് ഓഫ് ദ സപ്ലൈ, മണി ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ദ വെൽത്ത്, ദേ ഹാവ് റെഫറൻസ് ദ പോയിന്റ് ഓഫ് ടൈം. അതായത് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പ്രധാനമായും എക്കണോമിക് സെക്ടറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആൻസേഴ്സ് ഓഫ് ഇൻസബ്ജക്റ്റീവ് പ്രോഗ്രസീവ് ഇവൻറ്റ്സ്. ആൻഡ് ആൻസേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഡിമാൻഡ്, എന്താണ് ഡെഫിനേഷൻ, ഇൻട്രൊഡക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ് ദ ബേസിക് ആൻഡ് ഗോൾ ഓഫ് എ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് എക്കണോമി. അതായത് എന്തൊക്കെ ഒരു ഇക്കണോമിയിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ മനുഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് പ്രധാനം, സംതൃപ്തി. ഓക്കെ, അതായത് അതിൽ എന്തൊക്കെ അടയിരിക്കുന്നുണ്ട്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രയോറിറ്റി ഓഫ് റിസോഴ്സസ്, ഇൻക്രീസ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഡിക്രീസ് ഓഫ് റിസോഴ്സസ് ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടാണ് നമ്മുടെ ഒരു ഹ്യൂമൻ വാണ്ട്സ് എന്താകുന്നത്, സാറ്റിസ്ഫാക്ഷൻ ആവുന്നത്. ദ നേച്ചർ ഓഫ് ഡിമാൻഡ്. എന്താണ് ദ നേച്ചർ ഓഫ് ഡിമാൻഡ്? ദ അണ്ടർസ്റ്റാൻഡ് ഓഫ് മീനിങ് ഓഫ് ടേംസ് ലൈക്ക് ഡിസയർ ആൻഡ് വാണ്ട്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മീൻസ് ഡിസയർ, ആഗ്രഹം, വാൺ ആവശ്യം. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല ആവശ്യങ്ങളും നമുക്കുണ്ടാവും. അതിന് ആ ആവശ്യങ്ങളിനെ നീഡ്, ആവശ്യങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് നീഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ്, നേച്ചർ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിമാൻഡ് ഓൺ ദ അതർ ഹാൻഡ് ദ വിഷ് ഓഫ് ദ കൺസ്യൂമർ ടു ഗെറ്റ് എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റീസ് ഗിവൺ പ്രൈസ് മാർക്കറ്റ് ബേക്ക്ഡ് ബൈ സഫിഷ്യൻറ്റ് പർച്ചേസിംഗ് പവർ. ദ ഫസ്റ്റ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ദ ക്വാണ്ടിറ്റി ഡിസയർ ടു പർച്ചേസ്, ഇറ്റ് ഈസ് ദ ഡിസയർ പർച്ചേസ്. സെക്കൻഡ്ലി, അതായത് ഏതാണോ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി, നമ്മുടെ നീഡ്സ് എന്താണോ. ഡിമാൻഡ് മീൻസ് ഡിസയർ എന്ന് നമ്മൾ പറഞ്ഞു, അതിന് വേറൊരു വേർഡാണ് വാൺ. നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയുമാണ് ഡിമാൻഡ് എന്ന് പറയും. നമ്മൾ ഏറ്റവും ദുർലഭമായ റിസോഴ്സസ് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പോസിറ്റീവ് വേഴ്സസ് നോർമറ്റീവ് ആൻഡ് എക്കണോമിക് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, ഇൻഡക്റ്റീവ് ആൻഡ് ഡിറ്റക്റ്റീവ് റീസണിങ്ങും ആൻഡ് എക്കണോമിക് ലോസും. എക്കണോമിക് ലോസിൻ്റെ രണ്ട് രീതികളാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിറ്റക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ.